നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ PYQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഗ്രി പ്രിലിംസ് സിലബസിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്സിന് പുറമെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളുടെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. അപ്പോൾ ഹോർമോൺസും ഗ്ലാൻഡ്സും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇൻസുലിൻ ഏതാണ് ഗ്രന്ഥി? ഇൻസുലിൻ ആഗ്നേയഗ്രന്ഥിയാണ്, അതായത് പാൻക്രിയാസ്. റിലാക്സിൻ അണ്ഡാശയമാണ്, അതായത് ഓവറി. പിന്നെ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. മെലാറ്റോണിന് പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ ഇതിലേതാ കറക്റ്റ് ആൻസർ വരുന്നത്? A3, B1, C4, D2. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇതിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ ഈ മെലാറ്റോണിന് പീനിയൽ ഗ്ലാൻഡാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പറഞ്ഞല്ലോ. മെലാറ്റോണിൻ ആണ് നമ്മുടെ ബോഡിയിലെ സർക്കാഡിയൻ റിതംസ്, അതായത് സ്ലീപ്പ് വെയ്ക്ക് സൈക്കിളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെലാറ്റോണിൻ ആണ്. ഈ പീനിയൽ ഗ്ലാൻഡിനെ തന്നെ നമ്മളെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നും വിളിക്കാറുണ്ട്. മെലാറ്റോണിൻ്റെ വേറൊരു പേരാണ് സ്ലീപ്പ് ഹോർമോൺ. അപ്പോൾ ഓർത്ത് വെക്കുക, മെലാറ്റോണിൻ സ്ലീപ്പ് ഹോർമോൺ, പീനിയൽ ഗ്ലാൻഡ് ബയോളജിക്കൽ ക്ലോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ഇതിന്റെ വക്രത ആരം നിർണ്ണയിക്കുക. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 0.6 മീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് വരുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F r/2 എന്നുള്ളതാണ്. അതായത് റേഡിയസിന്റെ പകുതിയാണ് ഫോക്കൽ ലെങ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത് വന്നിരിക്കുന്നത് 0.6 മീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് എത്രയാവും? F r/2 ആണെങ്കിൽ r 2f. അപ്പോൾ 0.6 × 2 1.2 മീറ്റർ ആണ് ഇവിടുത്തെ റേഡിയസ് വരുന്നത്. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് സാധാരണ മനുഷ്യ ശരീരത്തിന്റെ താപനില. അതായത് 37 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുടെയും ഒരു ഡയഗ്രമാണ്. അവ എവിടേക്കാണ് സ്ഥിതി ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്കിതൊന്ന് കിട്ടും. അപ്പോൾ അതെല്ലാവരും വായിച്ചു നോക്കുക. നമ്മൾ PDF ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനൽ കയറിയിട്ട് PDF ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്ക് ലോഹത്തിന്റെ അയിര് ഏതാണ്? അപ്പോൾ ഏതാണ് സിങ്കിന്റെ ഓർ വരുന്നത്? കലാമൈൻ ആണ് സിങ്കിന്റെ ഓറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മെറ്റൽസിൻ്റെയും അവരുടെ ഓർസിൻ്റെയും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അലൂമിനിയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർസ് ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, ഡയാസ്പോർ, കാവൽനൈറ്റ്. ഇതിൽ ബോക്സൈറ്റ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഓർ വരുന്നത് അലൂമിനിയത്തിൻ്റെ. ഇനി അയണിൻ്റെ ഓർസ് ഏതൊക്കെയാണ്? ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, അയൺ പൈറൈറ്റ്, ലിമോണൈറ്റ്. കോപ്പറിൻ്റെ ഓർസ് കോപ്പർ പൈറൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്, മാലക്കൈറ്റ്, അസുറൈറ്റ്. ഇതിൽ PSC ചോദിച്ചു വന്നിട്ട് ഉള്ള ഒരു ഓർ എന്ന് പറയുന്നത് മാലക്കൈറ്റ് ആണ്. ഇനി സിങ്ക് ബ്ലെൻഡ് ഓർ സ്ഫാലറൈറ്റ്, കലാമൈൻ ആൻഡ് സിങ്കൈറ്റ്. ലെഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓർസ് ഏതൊക്കെയാണ്? ഗലേന, ആംഗിൾസൈറ്റ്, സെറസൈറ്റ്. ടിന്നിൻ്റെ കാസിറ്ററൈറ്റ് അഥവാ ടിൻ സ്റ്റോൺ. സിൽവർ ഗ്ലാൻസ് also known as argentite, pyrargyrite also known as ruby silver, chlorargyrite also known as horn silver, പിന്നെ സ്റ്റെഫനൈറ്റ്,
പ്രോസിറ്റൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽസും അവയുടെ ഓർസും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സംക്രമണ മൂലകങ്ങൾ അതായത് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. എല്ലാ മൂലകങ്ങളും ലോഹങ്ങളാണ്, അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു, അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്ഥിരമായ ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു, അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഒരു ഡെഫിനിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സും തന്നെ അവ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, മൂലകങ്ങളും സംയുക്തങ്ങളും ഉൾപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ആൻസർ വരുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ ചോദിച്ചത്, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി ട്രാൻസിഷൻ എലമെന്റ്സ് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഗ്രൂപ്പ് 3 മുതൽ 12 വരെയാണ് ട്രാൻസിഷൻ എലമെന്റ്സ് ഉള്ളത്. അപ്പോൾ ഗ്രൂപ്പ് 3 to 12 ആണ് ട്രാൻസിഷൻ എലമെന്റ്സ് പീരിയോഡിക് ടേബിളിൽ. പീരിയഡ്സ് പറയുകയാണെങ്കിൽ 4, 5, 6 and 7. അപ്പോൾ 3 to 12 ഗ്രൂപ്പും 4, 5, 6, 7 പീരിയഡ്സിലുമാണ് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പീരിയോഡിക് ടേബിളിലെ പൊസിഷൻ വരുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി. ഇപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ് ആരാണ്? അമേരിക്കൻ മില്യണയറായ ഡെന്നിസ് ടിറ്റോ. അടുത്ത ചോദ്യം, 2023 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? അപ്പോൾ ഓപ്ഷൻ ഡി, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ ലഭിച്ചത്. അപ്പം നമുക്ക് 2025 രസതന്ത്രത്തിനുള്ള നോബൽ ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. 3 പേർക്കാണ് ലഭിച്ചത്. സുസുമു കിതാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ മിയാഗി. ഇവർക്ക് നോബൽ ലഭിച്ചത് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സ്. അടുത്തത് 2025 ഫിസിക്സിനുള്ള നോബൽ അവാർഡ് ലഭിച്ചത്, അതും 3 പേർക്കാണ്. ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡോറെ, ജോൺ എം മാർട്ടിനിസ്. എന്തിനാണ് അവർക്ക് ലഭിച്ചത്? ഫോർ ദ ഡിസ്കവറി ഓഫ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. പിന്നെ നമുക്ക് ഫിസിയോളജി ഒരു മെഡിസിനിലെ നോബൽ സമ്മാനത്തിൻ്റെ ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. 2025 മേരി ബ്രങ്കോ, ഫ്രെഡറിക് ജെ റാംസ്റ്റൽ, ഷിമോൺ സകാഗുച്ചി. അപ്പോൾ ഇവർക്ക് ലഭിച്ചത് ഫോർ ദർ ഡിസ്കവറീസ് കൺസേണിങ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. അപ്പോൾ 2025 2024 നോബൽ ലോറേറ്റ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ചെക്കൗട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? അപ്പോൾ ഏത് ഹോർമോണാണത്? ഹ്യൂമൺ കോറിയോണിക് ഗോണഡോട്രോപ്പിൻ. HCG എന്നും അറിയപ്പെടുന്ന ഹ്യൂമൺ കോറിയോണിക് ഗോണഡോട്രോപ്പിനാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. അടുത്തത്, ജലദോഷത്തിന് അതായത് കോമൺ കോൾഡിന് കാരണമായ രോഗകാരി ഏതാണ്? അതൊരു വൈറസാണ്, റൈനോ വൈറസ്. അടുത്തത്, യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, ഗൗട്ട്. അടുത്ത ചോദ്യം, മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ, ഫീമെയിൽ അനോഫിലസ് കൊതുക്. അപ്പോൾ നമുക്കിനി കോമൺ ആയിട്ടുള്ള മൊസ്കിറ്റോ ബോൺ ഡിസീസസും അത് പരത്തുന്ന കൊതുകുകൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഈഡിസ് ഈജിപ്തി പരത്തുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ചിക്കൻ ഗുനിയ, ഡെങ്കി, ലിംഫാറ്റിക് ഫൈലാരിയാസിസ് അതായത് മന്ത്, പിന്നെ റിഫ്റ്റ് വാലി ഫീവർ, യെല്ലോ ഫീവർ, സീക്ക. അപ്പോൾ ഇതിൽ മന്ത് എന്നുള്ളത് 3 കൊതുകുകളും പരത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് മന്ത് പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്. ക്യൂലെക്സ് കൊതുകുകൾ ജാപ്പനീസ് എൻസെഫലൈറ്റീസും അതായത് ജപ്പാൻ ജ്വരം അതും വെസ്റ്റ് നൈൽ ഫീവറും ക്യൂലെക്സ് കൊതുകുകൾ തന്നെയാണ് പരത്തുന്നത്. പിന്നെ മലേറിയ പരത്തുന്ന കൊതുകാണ് അനോഫിലിസ്. അത് അനോഫിലിസിൽ പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിച്ചത്?
ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലമാണ് ബ്ലാക്ക് വാട്ടർ. അപ്പോൾ ബ്ലാക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റുകളിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ വിച്ച് ഇൻക്ലൂഡ്സ് ഹ്യൂമൻ വേസ്റ്റ്. അപ്പോൾ ഹ്യൂമൻ വേസ്റ്റ് അടങ്ങിയ വാട്ടറിനെ പറയുന്നതാണ് ബ്ലാക്ക് വാട്ടർ. ഗ്രേ വാട്ടർ എന്താ? നമ്മളെ ബാത്റൂമിൽ നിന്ന്, നമ്മളെ ഷവേഴ്സിൽ നിന്നും ബാത്റൂമിൽ നിന്നും പിന്നെ സിങ്കിൽ നിന്നും ഡ്രസ്സ് അലക്കുമ്പോഴുള്ള വെള്ളവും സോപ്പ് പിന്നെ നമ്മളെ ഹെയറൊക്കെയുള്ള വെള്ളം, ഇതിനൊക്കെയാണ് ഗ്രേ വാട്ടർ എന്ന് പറയുന്നത്. ഗ്രേ വാട്ടറിനും ബ്ലാക്ക് വാട്ടറിനെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വാട്ടറിൽ ഹ്യൂമൻ വേസ്റ്റ് ഉണ്ടാവും, അതായത് ഫീക്കൽ മാറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഗ്രേ വാട്ടറിൽ ഇതൊന്നും ഉണ്ടാവില്ല. താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? പ്രകാശവർഷം, റേഡിയൻ, പാർസെക്ക്, ന്യൂട്ടൺ മീറ്റർ. ഇതിലേതൊക്കെയാണ് നീളത്തിൻ്റെ യൂണിറ്റുകൾ? പ്രകാശവർഷം, പാർസെക്കുമാണ് നീളത്തിൻ്റെ യൂണിറ്റുകൾ. ഇത് സ്പേസിലിപ്പോൾ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലോ ഗാലക്സികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ കണക്കാക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രകാശവർഷം, പാർസെക്കൊക്കെ. ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത്. 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ വേഗ ഘടകവും തിരശ്ചീന വേഗ ഘടകവും തുല്യമായതിനാൽ. ഇതാണ് ഉചിതമായിട്ടുള്ള വിശദീകരണം. അടുത്ത ചോദ്യം, ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? കേശികത്വം. ഓപ്ഷൻ ഡി കേശികത്വം. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമെട്രി സാങ്കേതികവിദ്യ വഴി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശവസ്തുക്കൾ ഏതെല്ലാം? എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും. ബാക്കി തമോഗർത്തങ്ങളും അവയുടെ ബൈനറികളും ന്യൂട്രോൺ നക്ഷത്രങ്ങളും പൾസാറുകളും ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയസുകളും ഒക്കെ എക്സ്പോസാറ്റിൻ്റെ ടാർഗറ്റഡ് സ്റ്റഡീസ് ആണ്. അതുകൂടാതെ സൂപ്പർനോവ റെമനൻസും എക്സ്പോസാറ്റിൻ്റെ സ്റ്റഡി ടാർഗറ്റിൽ പെട്ടതാണ്. അടുത്ത ചോദ്യം, യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? അതായത് റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ കാണിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ആൻസർ വരുന്നത് താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയുമാണ്. അടുത്ത ചോദ്യം, ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? അപ്പോൾ ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെ കാണുക? 10⁻⁻pH ആണ്. ഇവിടെ pHൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് 3 ആണ്. അപ്പോൾ ആൻസർ 10⁻³ m ആണ്. ഇവിടെ 1.0 × 10⁻³ വിച്ച് ഇസ് 10⁻³ അപ്പോൾ അതാണ് ആൻസർ. ഓപ്ഷൻ എ. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ ആയത് ഏതൊക്കെയാണ്? സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, അതായത് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Na+, F-, O2-, Mg2+. ഓപ്ഷൻ 2 and 3 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഈ 4 എണ്ണത്തിലും 10 ഇലക്ട്രോൺസ് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ എന്നെ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ 11 ആണ്. Na+ എന്ന് പറയുമ്പോൾ ആ 11 ഇലക്ട്രോൺസ് നിന്ന് ഒരു ഇലക്ട്രോൺ പോയി, അപ്പോഴാണ് പ്ലസ് ചാർജ് വരിക. അപ്പോൾ 10 ഇലക്ട്രോണായി. എഫിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോഴാണ് ഒരു മൈനസ് ചാർജ് വരിക, അപ്പോൾ അവിടെ 10 ഇലക്ട്രോണായി. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോഴാണ് 2- ചാർജ് വരും, അപ്പോൾ അവിടെയും 10 ഇലക്ട്രോണായി. എംജിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അവിടെ 2 ഇലക്ട്രോൺ ലോസായി, അപ്പോൾ 2+ എന്നുള്ള ചാർജ് വന്നു, അവിടെയും 12 2 പോയ 10 ഇലക്ട്രോണായി. അപ്പോൾ ഓപ്ഷൻ 2 and 3 ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2025 ആണ്. അപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2025 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിക്കപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ സി സുദർശൻ ചക്ര. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ഇതാണ് സൈനോഎട്രിയൽ നോഡ്. അടുത്തത്,
സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? അത് നമുക്കറിയാലോ അല്ലേ, വൈറ്റമിൻ ഡി ആണ് ആൻസർ. സൺലൈറ്റിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. അടുത്ത ചോദ്യം, പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ അതായത് മൈക്രോ ഓർഗാനിസംസ് ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? ഏതാണ്? ഓപ്ഷൻ ബി, വിഘടനം അഥവാ ഡികമ്പോസിഷൻ. അടുത്ത ചോദ്യം, ഡോട്ട്സ് അതായത് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് രോഗമായിട്ടാണ് ഡോട്ട്സ് ബന്ധപ്പെട്ടത്? ക്ഷയരോഗം. അടുത്ത ചോദ്യം, കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും, ജീവിതശൈലി. ഓപ്ഷൻ സി, ശൈലി എന്നുള്ളതാണ് ആ ആപ്പിൻ്റെ പേര്. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി, HIV. HIV ആണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം അതായത് ആക്ഷനും റിയാക്ഷനും തമ്മിലുള്ള റിലേഷൻ ഏതാണ്? നമ്മുടെ ന്യൂട്ടൻ്റെ 3rd law ഓഫ് മോഷനിൽ പറയുന്നുണ്ടല്ലേ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ആൻസർ രണ്ടും എതിർ ദിശയിൽ. ഇപ്പം നമ്മളൊരു വഞ്ചി തുഴയാണെങ്കിൽ നമ്മൾ തുഴയുന്നത് പിന്നിലോട്ടും മുന്നിൽ നിന്ന് പിന്നിലോട്ടും, വഞ്ചി പോകുന്നത് മുന്നിലോട്ടോ പോലെ, അത് ഓർത്താൽ മതി. അടുത്ത ചോദ്യം, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്താണ് നടക്കുന്നതെന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ ബി, ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഇപ്പോൾ ഒരു മെറ്റൽ സർഫസിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ആ മെറ്റൽ പ്ലേറ്റിൽ പതിക്കുന്ന ഫോട്ടോണുകളുടെ എണ്ണം കൂടും. അപ്പോൾ ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോൺ വെച്ചിട്ടാണ് എമിറ്റ് ചെയ്യുക. അപ്പോൾ മെറ്റൽ പ്ലേറ്റിൽ പതിക്കുന്ന ഫോട്ടോണിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടും. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? ഇവിടെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 10 ആണ്, മാസ് വന്നിട്ടുണ്ട് 10 കിലോഗ്രാം ആണ്. അപ്പോൾ വെയിറ്റ് എത്ര വരിക? വെയിറ്റ് ഈസ് ഇക്വൽ ടു മാസ് ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ 10 × 10 ആണ് വരിക. എത്ര? 100 ന്യൂട്ടൺ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡൊവറെ, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫിസിക്സിലുള്ള നോബൽ പ്രൈസ്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണെന്നാണ്. ഏറ്റവും കുറവായിട്ടുള്ളത് ട്രിഷ്യമാണ്. ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതായത് ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്നത് പ്രോട്ടിയാണ്. ഭൂമിയിലുള്ള ഹൈഡ്രജൻ്റെ 99.98% പ്രോട്ടിയാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ഏത് ലോ ആണ്? ബോയിൽസ് ലോ അല്ലേ. ചാൾസ് നിയമം പറയുന്നത് വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ്. ഗെയ്-ലൂസാക്സ് നിയമം പറയുന്നത് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ്. അവഗാഡ്രോയിൽ വോളിയം നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിൻ്റെ ലവണലായനിയുടെ pH മൂല്യമാണ് 7 കുറവ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, NH4Cl, അമോണിയം ക്ലോറൈഡ്. അടുത്ത ചോദ്യം, 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ആൻസർ വരുന്നത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കുട്ടികളിൽ 5ാം പനി മൂലമുണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത ഏതാണ്? അപ്പോൾ മീസിൽസ് കാരണമായിട്ട് കുട്ടികളുണ്ടാകുന്ന
ഏറ്റവും സാധാരണമായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിന് ആൻസർ വരുന്നത് ന്യൂമോണിയ ആണ്, ഓപ്ഷൻ ബി. അടുത്തത്, ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? മാൻടോക്സ് ടെസ്റ്റ് വഴിയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്. ഇനി വൈഡൽ ടെസ്റ്റ് വഴി ഏത് രോഗമാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ടൈഫോയിഡ് ആണ്. ഇനി എലൈസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ, അത് HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, പിന്നെ SARS-CoV-2 അതായത് COVID-19, പിന്നെ റോട്ട വൈറസ്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോമൺ രീതിയാണ് എലൈസ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ചില പ്രഗ്നൻസി സ്ക്രീനിങ്ങിലും എലൈസ ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥികളുടെ എണ്ണം, അപ്പെൻഡിക്കുലാർ സ്കെൽറ്റൻ്റെ ബോൺസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 126 ആണ്. ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ടോട്ടൽ ബോൺസിൻ്റെ എണ്ണം 206, അപ്പെൻഡിക്കുലാർ അതായത് അനുബന്ധാസ്ഥികളുടെ എണ്ണം 126. ഇനി അച്ചുതണ്ട് അസ്ഥികളുണ്ട്, ആക്സിയൽ സ്കെൽറ്റൻ, അതിൻ്റെ എണ്ണം എത്രയാണ്? 80 എണ്ണം കേട്ടോ. അങ്ങനെ 80 + 126 206. ഇനി അപ്പെൻഡിക്കുലാർ അസ്ഥികൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ കൈ, കാല്, കോളർ, ഹിപ്പ്, ഇവിടേക്കുള്ള ബോൺസിനെയാണ് അനുബന്ധാസ്ഥികൾ എന്ന് പറയുന്നത്. ഇനി ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കള്ള്, തലയോട്ടി, പിന്നെ വെർട്ടിബ്ര, നട്ടെല്ല്, വാരിയൽ, ഇതൊക്കെ ചേർന്നതാണ് ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത്, അച്ചുതണ്ട് അസ്ഥികൾ. വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? അപ്പോൾ ഓപ്ഷൻ എ വൈറ്റമിൻ ഡി ആണ് കിഡ്നി ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ഈ കിഡ്നി ഇനാക്റ്റീവ് ആയിട്ടുള്ള വൈറ്റമിൻ ഡിനെ അതിൻ്റെ ആക്റ്റീവ് ഫോമായിട്ടുള്ള കാൽസിട്രോണിലോട്ട് കൺവേർട്ട് ചെയ്യും. ഈ കാൽസിട്രോൺ എന്നുള്ള ഹോർമോണ് നമ്മുടെ ശരീരത്തിൽ ഫോസ്ഫേറ്റിൻ്റെയും കാൽഷ്യത്തിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ അതുകൊണ്ടാണ് കിഡ്നി ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അർബുദ രോഗ ലക്ഷണമല്ലാത്തത്? അപ്പോൾ ഓപ്ഷൻ ബി വേഗത്തിൽ ശരീരഭാരം കൂടുക എന്നുള്ളതാണ് ക്യാൻസറിൻ്റെ സിംറ്റം അല്ലാത്തത്. ഏത് ക്യാൻസർ വന്നാലും ബോഡി വെയ്റ്റ് കൂടില്ല, കുറയുള്ളൂ. അത് പെട്ടെന്നാവും കുറയും, ഒരു വിത്തിൻ വീക്സ് ആവും നമുക്ക് ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാം. ഇനി അടുത്ത ചോദ്യം, എന്നാണ് ലോക പൊണ്ണത്തടി ദിനമായിട്ട് ആചരിക്കുന്നത്? അപ്പോൾ വേൾഡ് ഒബേസിറ്റി ഡേ March 4 അടുത്ത ചോദ്യം, അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ടാൻസാനിയയിലാണ് മാർബർഗ് വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത്. അത് ഇതിന് ശേഷം കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ട് എത്യോപ്യയിലും 2025 മാർബർഗ് വൈറസിൻ്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ടാൻസാനിയയിൽ 2023 ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. 30 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്മേൽ 60 കിലോഗ്രാം പിണ്ഡമുള്ള മറ്റൊരു വസ്തു പ്രയോഗിച്ച ആകർഷണബലം F ആണെങ്കിൽ 30 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു 60 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണബലം എത്രയായിരിക്കും? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഏത് രണ്ട് വസ്തുവും അവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഷെയർ ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ 30 കിലോഗ്രാം മാസുള്ള വസ്തു 60 കിലോഗ്രാമിൽ ചെലുത്തുന്ന അതേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആവും 60 കിലോഗ്രാം മാസുള്ള വസ്തു 30 കിലോഗ്രാം മാസുള്ള വസ്തുവിലും ചെലുത്തുക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് F ആണ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഭൂമി ചന്ദ്രനിൽ ചെലുത്തുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സെയിം ആണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിൻ്റെ വേഗതയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഇത്? അപ്പോൾ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ശബ്ദം ഈർപ്പമുള്ള വായുവിൽ വരണ്ട വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഹ്യൂമിഡിറ്റി ഉള്ള എയറിൽ ഡ്രൈ എയറിനെക്കാട്ടി സ്പീഡ് സൗണ്ടിനുണ്ടാവും. അടുത്ത ചോദ്യം, ഒരു സ്പ്രിംഗ് ബാലൻസിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന 10 ന്യൂട്ടൺ ഭാരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന അളവ് എത്രയായിരിക്കും? അപ്പോൾ ഒരു വസ്തുവിന് വെള്ളത്തിൽ സബ്മർജ് ചെയ്തുള്ള സമയത്ത് അനുഭവപ്പെടുന്ന വെയിറ്റിനെയാണ് അപ്പാരൻ്റ് വെയിറ്റ് എന്ന് പറയുക. ഈ അപ്പാരൻ്റ് വെയിറ്റ് എപ്പോഴും ആ വസ്തുവിൻ്റെ ആക്ച്വൽ വെയിറ്റിനെക്കാട്ടും കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ആക്ച്വൽ വെയിറ്റ് വന്നിട്ടുള്ളത് 10 ന്യൂട്ടൺ. 10 ന്യൂട്ടൺ
10 ന്യൂട്ടനെക്കാട്ടും കുറവായിട്ടുള്ള വെയിറ്റ് ഉള്ളത് 6 ന്യൂട്ടണും 0 ന്യൂട്ടണും. 6 ന്യൂട്ടണും 0 ന്യൂട്ടണുമാണ് ആക്ച്വൽ വെയിറ്റിനെക്കാട്ടും കുറവായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് ഓപ്ഷൻസിൽ. അപ്പോൾ ഒരിക്കലും 0 ന്യൂട്ടൺ ആവില്ല, കാരണം ഇതിന് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 6 ന്യൂട്ടൺ ആണ്. അടുത്ത ചോദ്യം, ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയത്? അപ്പോൾ ഏതാണ് 100ാമത്തെ ലോഞ്ച്? ഓപ്ഷൻ സി NVS-02 ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഭൂമിയുടെ പുറം തോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം? അലുമിനിയാണ് ഭൂമിയുടെ പുറം തോടിലുള്ള ഏറ്റവും സമൃദ്ധമായ ലോഹം. താഴെ പറയുന്നവയിൽ ഏതാണ് ജെർമേനിയം 32ന്റെ ഐസോട്ടോൺ? അപ്പോൾ ഇതിൽ ജെർമേനിയം അറ്റോമിക് നമ്പർ 32ഉം മാസ് നമ്പർ 76 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഐസോട്ടോൺ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഐസോട്ടോൺ എന്ന് വെച്ചാൽ എന്താ? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ള ആറ്റംസിനെയാണ് നമ്മൾ ഐസോട്ടോൺ എന്ന് പറയുക. അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്തുക ഈ ഓപ്ഷൻസ് ഒന്ന്? മാസ് നമ്പർ എന്ന് വെച്ചാൽ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും സമ്മാണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഈ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് ന്യൂട്രോൺസിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ ഇവിടെ മാസ് നമ്പർ 76ഉം അറ്റോമിക് നമ്പർ 32ആണ്. 76 32 കുറച്ചാൽ 44. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഏതാണ് 44 വരിക എന്നുള്ള കാര്യം നോക്കിയാൽ മതി. അപ്പോൾ ഓപ്ഷൻ എയിൽ ന്യൂട്രോൺസ് എത്ര? 77 - 32 45 ആണ് വരിക. അപ്പോൾ ഇതല്ല. ഇവിടെ 78 - 33 45 ആണ്. അപ്പോൾ ഇതുമല്ല. ഇവിടെ 77 - 34 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരിക 43 ആണ്. ഇതുമല്ല ആൻസർ. അപ്പോൾ ഏത് ആൻസർ? 78 - 34. അപ്പോൾ ഇവിടെ ന്യൂട്രോൺസിൻ്റെ എണ്ണം 44 ആണ്. ഇതാണ് അപ്പോൾ ഐസോട്ടോണായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഏതിനാണ്? ഓപ്ഷൻ ബി കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടന പ്രവചനവും. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ആൽക്കലോയിഡുകളെ കുറിച്ചിട്ടുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഏതൊക്കെയാണ് ശരിയല്ലാത്തതായിട്ട് വരുന്നത്? ഓപ്ഷൻ സി 2ഉം 4ഉം ആണ് ശരിയല്ലാത്തത്. അപ്പം നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഹെംലോക്ക് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വിഷത്തിൽ കാണപ്പെടുന്ന വിഷ ആൽക്കലോയിഡാണ് കോനൈൻ. മോർഫിൻ ഒരു ഫിനാൻത്രിൻ ആൽക്കലോയിഡാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്, 2ഉം 4ഉം തെറ്റാണ്. അടുത്ത ചോദ്യം, വൈറ്റമിൻ B1 അതായത് തയാമിൻ കുറവുള്ള ഒരു രോഗി താഴെ പറയുന്നവ പ്രകടിപ്പിക്കുന്നു: ബെറി വെർണിക് കോർസാക്കോഫ് സിൻഡ്രോം, പെരിഫറൽ ന്യൂറോപ്പതി. അപ്പോൾ ഈ 3 രോഗങ്ങളും വൈറ്റമിൻ B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അതായത് HIV വൈറസ് ഏതു ജനുസിൽ പെടുന്നു? ഓപ്ഷൻ ബി ലിൻഡി വൈറസിലാണ് HIV പെടുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ ഡി ക്ലോസ്ഡ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. ഇന്ത്യയിൽ ആദ്യമായി COPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള താഴെ പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികൾ ഏതാണ് കേരളം ആരംഭിച്ചത്? ഓപ്ഷൻ ബി ശ്വാസാണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗം അല്ലാത്തത്? അപ്പോൾ അൽഷിമേഴ്സ്, ഹണ്ടിങ്ടൺ, പാർക്കിൻസൺസ് ഒക്കെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ആണ്. ആഡിസൺസ് ആണ് അല്ലാത്തത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണം ഉള്ള ജില്ലകൾ ഏതാണ്? അതിൽ ഓപ്ഷൻ സി കൊല്ലമാണ് ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ല. പശ്ചാത്തല വികിരണം എന്ന് വെച്ചാൽ നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, ഒരു ലോ ലെവൽ അയണൈസിങ് റേഡിയേഷൻ ആണ് വിച്ച് ഈസ് കോൺസ്റ്റൻ്റ്ലി പ്രസൻറ്റ് ഇൻ ദി എൻവയോൺമെൻറ്റ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ പ്രകൃതിയിൽ നാച്ചുറലായിട്ട് ഉള്ള ഒരു ലോ ലെവൽ അയണൈസിങ് റേഡിയേഷനാണ് നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ തോറിയം 238ൻ്റെ ഓറായിട്ടുള്ള മോണസൈറ്റിൻ്റെ കണ്ടൻറ്റ് പ്രസൻസ് നമ്മൾ കേരളത്തിലെ കോസ്റ്റൽ ഏരിയസിലുണ്ട്, എസ്പെഷ്യലി ഇൻ കൊല്ലം.
അപ്പോൾ ഈ മോണസൈറ്റ് സാൻഡിൻ്റെ പ്രസൻസ് കാരണമാണ് ഇവിടെ ഇങ്ങനെ റേഡിയേഷൻ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ അത് ഹാംഫുൾ ഒന്നല്ല, ലോ ലെവലായിട്ടുള്ള റേഡിയേഷനേ ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെ ചാവറ, നീണ്ടകര, പുത്തൻതുറ എന്നീ പ്രദേശങ്ങളിൽ ഹൈ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനുള്ള ഏരിയാസാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മീൻജോ എൻസെഫലൈറ്റിസ് PAM എന്ന രോഗത്തിന് കാരണമാകുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ നൈഗ്ലേരിയ ഫൗളേരിയ ആണ് ഇതിന് കാരണമാകുന്ന രോഗകാരി. അടുത്ത ചോദ്യം, 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? അപ്പോൾ 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അപ്പോൾ April 7 ലോകാരോഗ്യ ദിനം. 2025 പ്രമേയം എന്ന് വെച്ചാൽ ഹെൽത്തി ബിഗിന്നിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. 2026 ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ്. അടുത്ത ചോദ്യം നോക്കാം. ഭൂമിയെ ചുറ്റി വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ യൂണിഫോമായി സഞ്ചരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ പരിഗണിക്കുക. ഉപഗ്രഹത്തിന്റെ ചലനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പോൾ വേഗത സ്ഥിരമാണ്, ത്വരണം വേരിയബിളാണ്. വേഗത സ്ഥിരമാണ്, പക്ഷെ ത്വരണം വേരിയബിളാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പോൾ ഓപ്ഷൻ ഡി 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. തീവ്രത സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിന്റെ ആവൃത്തിയിലെ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തിലെ വർധനവിന് കാരണമാകും. ആവൃത്തി സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിന്റെ തീവ്രതയിലെ വർധനവ് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോണുകളുടെ പുറന്തള്ളലിന് കാരണമാകും. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അടുത്ത ചോദ്യം, ഒരു ടാപ്പിന്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നത് ഡാഷ് കാരണമാണ്. ഓപ്ഷൻ ബി പ്രതലബലം, അതായത് സർഫസ് ടെൻഷൻ കാരണമാണ് ടാപ്പിന്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി, അതായത് സ്ഫിരിക്കൽ ഷേപ്പ് പ്രാപിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രതലബലം സർഫസ് ഏരിയ മാക്സിമം കുറക്കാൻ നോക്കും. അപ്പോൾ ഒരു ഗിവൺ ഷേപ്പിൽ ഏറ്റവും കുറവ് സർഫസ് ഏരിയ ഉള്ളത് സ്ഫിരിക്കൽ ഷേപ്പിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഗോളാകൃതി പ്രാപിക്കുന്നത്. അടുത്ത ചോദ്യം, 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ, അതായത് ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. വിടവുകൾ പൂരിപ്പിക്കുക. അപ്പോൾ ഈ ദൗത്യത്തിന്റെ പേരാണ് ചോദിക്കുന്നത്. സ്പേഡക്സ് ആണ് ആൻസർ. ഓപ്ഷൻ എ സ്പേഡക്സ്. അടുത്ത ചോദ്യം, ചാന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? സൾഫറിന്റെ സ്ഥാനത്താണ് സ്ഥിരീകരിച്ചത്. ഈ പ്രഗ്യാൻ റോവറിന് പുറമെ PSC ചോദിച്ചുകൊണ്ടുള്ള വേറൊരു ചോദ്യമാണ്, റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് വിക്രം ലാൻഡർ എന്നുള്ളത്. അപ്പോൾ അതോടെ ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1 and 4 ആണ് ഈ തന്നാൽ ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. നമുക്ക് നോക്കാം. N2 തന്മാത്രക്ക് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, കറക്റ്റാണ്. N2 തന്മാത്രക്ക് O2 തന്മാത്രയേക്കാൾ ചെറിയ ബോണ്ട് ലെങ്ത് ആണുള്ളത്, അതും കറക്റ്റാണ്. അടുത്ത ചോദ്യം, അയോണിക് ആരങ്ങൾ വർദ്ധിക്കുന്ന ക്രമത്തിൽ അയോണുകൾ ക്രമീകരിക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാം ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അപ്പോൾ ഇലക്ട്രോണിന്റെ നമ്പർ സെയിം ആണ്. ഇനി നമുക്ക് ചാർജ് ബേസ് ചെയ്തിട്ട് അറ്റോമിക് റേഡിയസ് കണ്ടെത്താം. ഈ നെഗറ്റീവ് ചാർജ് കൂടുന്തോറും അറ്റോമിക് റേഡിയസ് കൂടും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഇതിൽ നെഗറ്റീവ് ചാർജ് കൂടുന്തോറും അറ്റോമിക് റേഡിയസ് കൂടുന്നതായിട്ട് കാണാം. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ചോദ്യം, ആമാശയം സ്രവിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്കും സജഷൻസും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.
ഹാപ്പി ലേണിംഗ് വിത്ത് ഹാപ്പിറ്റസ്.